ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ സഭാരാധനയിൽ നാം ഒരുമിച്ച് വന്ന് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നു. ഇതുവരെ ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മെ നിറച്ചു. അനുഗ്രഹിക്കപ്പെട്ട വചനചിന്തകൾ ഒക്കെ നമുക്ക് നൽകി തന്നു. നല്ല സാക്ഷ്യങ്ങളെയൊക്കെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ആ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും അധികമല്ല. വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ്, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ സൺഡേയിൽ ദൈവവചനം സംസാരിച്ച് എഫേസ്യ ലേഖനത്തിൽ നിന്നാണ്. ആ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം വീണ്ടും നമുക്ക് വായിക്കാം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. മതി. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ലോകസ്ഥാപനത്തിന് മുൻപ് നമ്മെ ദൈവം തിരഞ്ഞെടുത്തതാണ്. പൗലോസ് ഇത് എഴുതുമ്പോൾ ഈ വെളിപ്പാട് മോശയ്ക്ക്, ദൈവപുരുഷനായ മോശയ്ക്ക് കിട്ടാത്ത വെളിപ്പാടാണ് പൗലോസിന് കിട്ടിയത്. തൻ്റെ അരിമ ശിഷ്യന്മാർക്ക് കിട്ടാത്തൊരു വെളിപ്പാടാണ് പൗലോസിന് കിട്ടിയത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ സകല ചരാചരങ്ങളെയും, ഈ യൂണിവേഴ്സൽ, ഈ കോസ്മോസ്, ഈ പ്രപഞ്ചം, ഇതെല്ലാം സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ബോധ്യം നമുക്കുണ്ടാകണം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശമാണ്. ആരാ നമ്മെ തിരഞ്ഞെടുത്തത്? ദൈവമാ തിരഞ്ഞെടുത്തത്. ആരിൽ കൂടിയാ തിരഞ്ഞെടുത്തത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവിൽ കൂടി. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൽ കൂടി. ഒന്നുകൂടെ പറയുമ്പോൾ, തൻ്റെ ക്രൂശ് മരണത്താൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത നമ്മെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സാധാരണക്കാരല്ല. ലോകത്തിൻ്റെ മുൻപിൽ ഒരു പക്ഷേ നമുക്ക് വലിയ വിലയൊന്നും ഇല്ലായിരിക്കും. ലോകത്തിൻ്റെ പ്രശസ്തിയിലൊന്നും നമുക്ക് ചിലപ്പോൾ സീറ്റൊന്നും ലഭിച്ചില്ലെന്നിരിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്, ഹല്ലേലൂയ, അവസാന തുള്ളി രക്തവും ചൊരിഞ്ഞ് തൻ്റെ പുത്രനെ കാൽവരിയിൽ തകർത്തുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വെളിപ്പാട് പൗലോസിന് ലഭിക്കാൻ കാരണമുണ്ട്. പൗലോസ് ദൈവസഭയെ ഉപദ്രവിച്ചവനാണെങ്കിലും കർത്താവിന് വേണ്ടി അധികം കഷ്ടം സഹിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. ചാട്ടവാറിനാലുള്ള അടി, ഉറക്കിളപ്പ്, ഭൈദാഹം എന്ന് വേണ്ട പട്ടിണി, ഇതെല്ലാം കിടന്ന് കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ആ പൗലോസിന് കിട്ടിയ വെളിപ്പാട്, പല വെളിപ്പാടുകൾ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. മറ്റാർക്കും കിട്ടാത്ത വെളിപ്പാടാണ് പൗലോസിന് കിട്ടിയിട്ടുള്ളത്. പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു: കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വെളിപ്പാട്. പിന്നെ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള വെളിപ്പാട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവപുരുഷനായ മോശയ്ക്ക് ലഭിക്കാത്ത ഒരു വെളിപ്പാടാണ് ഏത്? ആമേൻ. ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ആരുടെ സന്നിധിയിലാ? ആമേൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതല്ലേ അവിടെ വായിക്കുന്നത്? ആമേൻ. അവിടെ വായിക്കുന്നുണ്ട്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നമ്മെ തിരഞ്ഞെടുത്തു. തൻ്റെ സന്നിധി എന്ന് പറയുന്നത് ഏത് സന്നിധിയാ? ദൈവത്തിൻ്റെ സന്നിധി. അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവൻ്റെ സന്നിധിയാ. നമ്മുടെ ഹൃദയം നിലവാരങ്ങളെ അറിയുന്ന ദൈവ സന്നിധിയാണ്. നമ്മുടെ അകവും പുറവും ഒരുപോലെ, ഇരുട്ടുപോലും മറവല്ലാത്ത ദൈവ സാന്നിധ്യം. ആ സാന്നിധ്യം, ഹല്ലേലൂയ, അതാണ് അവിടെ വായിക്കുന്നത്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനെ തിരഞ്ഞെടുത്തു. ഞാൻ ഈ പൗലോസിനെ കുറിച്ച് പഠിച്ചപ്പോൾ പൗലോസ് ഇങ്ങനെ വെളിപ്പാട് കൊടുക്കാൻ കാരണം എന്തെന്നറിയാമോ? 2 കൊരിന്ത്യ ലേഖനം, 2 കൊരിന്ത്യർ അതിൻ്റെ 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടും. ഒന്ന് വായിക്കാം. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു.
ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരങ്ങൾക്ക് മുൻപേ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. തന്റെ പേരാണെന്ന് തനിക്കറിയാമെങ്കിലും തന്റെ പേര് ഉയർത്തുവാൻ കഴിയാതെ തന്റെ ലാളിത്യ മനോഭാവത്തെ ദൈവസന്നിധിയിൽ തുറന്നു കാണിച്ചുകൊണ്ട് താൻ കുറയണം, കർത്താവ് പ്രശംസിക്കണമെന്നുള്ള ചിന്താഭാരം തൻ്റെ ഉള്ളിൽ അതേ മനസ്സിലാക്കിക്കൊണ്ട് താൻ പറയുക, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. പേരുയർത്തി കാണിക്കുവാൻ താൻ തുനിഞ്ഞില്ല. ദൈവത്തിന്റെ മഹത്വമാണ് പൗലോസ് ആഗ്രഹിച്ചത്. അങ്ങനെ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസിന് വെളിപ്പാടുകളാൽ ദൈവം നിറയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് എല്ലാം വായിക്കാൻ നമ്മുടെ മുൻപിൽ സമയമില്ലല്ലോ. 7-ാം വാക്യം ഒന്ന് വായിച്ചേ. 7-ാം വാക്യം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസിന് പൗലോസ് ഒരു മനുഷ്യനാ. ഈ ആത്മീകമായ ഒരു നിഗളം വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറയട്ടെ, ആത്മനിഗളം നമ്മെ തകർത്ത് കളയുന്നതാ കേട്ടോ. എന്നാൽ ഈ നിഗളം വരാതിരിക്കുവാൻ കൊണ്ട് എന്താ അവിടെ സംഭവിച്ചെന്നറിയാമോ? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ വായിക്കാം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. നമുക്ക് വേദപണ്ഡിതന്മാർ പല അഭിപ്രായമാണ്. ഏതോ ഒരു രോഗത്തെക്കുറിച്ച്, കണ്ണിന്റെ ബുദ്ധിമുട്ടോ ഇതൊക്കെയോ പറയുന്നുണ്ട്. എന്നാൽ ഈ ശൂലം മാറിയുവാന് 3 വട്ടം പൗലോസ് പ്രാർത്ഥിച്ചെങ്കിലും മാറിയില്ല. പിന്നെ പ്രാർത്ഥിക്കാൻ പോയില്ല. പൗലോസിനോട് ദൈവം സംസാരിച്ചത് അങ്ങനെയായിരുന്നു: എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്തിനാണെന്നറിയോ ഈ ശൂലം വെച്ചിരിക്കുന്നത്? നിഗളിച്ചു പോകരുത്. പൗലോസേ, നിനക്ക് കിട്ടുന്ന വെളിപ്പാട് കണ്ട് നിനക്ക് ആത്മനിഗളം സംഭവിക്കരുത്. നിഗളം സംഭവിച്ച ദൂതൻ നമുക്ക് അറിയാമല്ലോ. ഹല്ലേലൂയ. നിഗളം സംഭവിച്ച ഒരു ലൂസിഫർ, ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേൽ പ്രവചനം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം ഒന്ന് ചിന്തിച്ചു. എന്തുവാ ചിന്തിച്ചത്? ദൈവം ശരിക്കും എല്ലാവിധമായ അനുഗ്രഹങ്ങളാലും നിറച്ച ഒരു ദൂതനായിരുന്നു ലൂസിഫറും ലൂസിഫറിന്റെ സന്തത സഹചാരികളും. ഈ ലൂസിഫർ എന്താ ചിന്തിച്ചത്? ഞാൻ ദൈവത്തോട് സമനാകും, അത്യുന്നതന്റെ ഉയരങ്ങളിൽ ഞാൻ കയറുമെന്ന് മനസ്സിൽ ചിന്തിച്ചതേയുള്ളൂ. നിഷ്കാസനം ചെയ്ത് താഴെ ഇറക്കി. അതുകൊണ്ട് ആത്മനിഗളം ദൈവം തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. പൗലോസേ, നിനക്ക് ഈ വെളിപ്പാടുകൾ ലഭിക്കുമ്പോഴും നിനക്കൊരു കാര്യം നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിഗളിച്ചു പോകരുത്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്കോ അവൻ അധികം കൃപ നൽകുന്നവനാ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇതാ പൗലോസ് പറയുകയാണ്. ഹല്ലേലൂയ. ലോക സ്ഥാപനത്തിന് മുൻപ് ആർക്കും കിട്ടാത്തൊരു വെളിപ്പാട് പ്രസ്താവിക്കുന്നു. ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവൻ തെരഞ്ഞെടുത്തതാ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ നിന്നെ തെരഞ്ഞെടുത്തതാ. ആരുടെ സന്നിധിയിലേക്കാ? ദൈവത്തിന്റെ സന്നിധിയിൽ. ഹല്ലേലൂയ. തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. ആമേൻ. ഹല്ലേലൂയ. രണ്ടാമത് നാം ശ്രദ്ധിക്കണം. അത് അവിടെ വായിച്ച വാക്യം വായിക്കാം. ഒന്നുകൂടെ വായിക്കാമോ? 4-ാം വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് തെരഞ്ഞെടുത്തു. അപ്പോൾ ഈ പദത്തിന്റെ അർത്ഥം ഇതുവരെ വിശുദ്ധരായിട്ടില്ല, പൂർണ്ണമായും വിശുദ്ധരായിട്ടില്ല കേട്ടോ. വിശുദ്ധരായിക്കൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധരാകേണ്ടതിന് എന്നുള്ള പദം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയണം. എന്താണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം? നമ്മൾ വിശുദ്ധിയിൽ തികഞ്ഞിട്ടില്ല, വിശുദ്ധരായിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം അവസാന അധ്യായത്തിൽ 22-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുന്നുണ്ട്: വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ. ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. ദൈവത്തിന്റെ വിളി നമ്മുടെ മേൽ വീണ് കഴിയുമ്പോൾ അത് കർത്താവിന്റെ വരവ് വരെ, മരണം വരെ ഇത് തുടരേണ്ടതിനാ. നമ്മുടെ വിളി വലുതാ കേട്ടോ. ആ വിളി, ആ തെരഞ്ഞെടുപ്പ് വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ഒരു വിശുദ്ധ ഉദ്ദേശത്തിനായി വേർതിരിക്കപ്പെട്ടവരാണ്. ഇതുവരെ വിശുദ്ധരായിട്ടില്ല, പൂർണ്ണമായി വിശുദ്ധരായിട്ടില്ല.
പാടില്ല. ആമേൻ. അതുകൊണ്ട് വിശുദ്ധരാകേണ്ടതിന് ആമേൻ നമ്മൾ ഓരോ ദിവസവും നമ്മൾ എന്ത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലമൊക്കെ കായ്ച്ച്, ഞാൻ ഇതിനു മുൻപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ പന്നി ചെളി കണ്ടു കഴിഞ്ഞാൽ കിടന്നങ്ങ് ഉരുളും. എന്നാൽ ഒരു പൂച്ച അബദ്ധവശാൽ ഒരു ചെളിയിൽ ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഓട്ടോ അതിൻ്റെ ദേഹത്ത് നക്കി തുടച്ച് എങ്ങനെങ്കിലും ആ അഴുക്ക് കളയുന്നതായ ഒരു പൂച്ചയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ എവിടെങ്കിലും ഹല്ലേലൂയ ആമേൻ പാപത്തിൻ്റെ കറകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം ഞാൻ ജീവിക്കേണ്ടവനാ, അതനുസരിച്ച് നമ്മുടെ പാപക്കറകളെ കഴുകി മാനസാന്തരപ്പെട്ട് ഓരോ ദിവസം മാനസാന്തരത്തിന് യോഗ്യമായ ഒരു ഫലം കായ്ക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ നമ്മെ തെരഞ്ഞെടുത്തോ. ഹല്ലേലൂയ. മൂന്നാമത് എങ്ങനെയാണ് നാം വിശുദ്ധീകരിക്കപ്പെടുന്നത്? 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി. കണ്ടോ, നാം ഒന്നാമതായി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോഴാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. രണ്ടാമതായി യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം എങ്ങനെയാണ് വീണ്ടും നമ്മൾ വിശുദ്ധീകരിക്കുന്നത് എന്ന് കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവോട് പറയുന്നുണ്ട്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. അപ്പോൾ നിന്റെ വചനം, ശ്രദ്ധിക്കണമേ, ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കണം, നിന്റെ വചനം സത്യമാകുന്നു. അപ്പോൾ സത്യത്താൽ വിശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞാൽ വചനത്താൽ ഒരു വിശുദ്ധീകരണം. ഹല്ലേലൂയ. അപ്പോൾ വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നതാ. യേശുവിൻ്റെ രക്തം നമ്മെ വിശുദ്ധീകരിക്കുന്നു, വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു. ഈ വചനം വിശുദ്ധമാണെന്നല്ല എൻ്റെ അർത്ഥം. വചനം നമ്മൾ ഏറ്റെടുത്ത് പ്രമാണിക്കാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ നമ്മളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം ശുദ്ധീകരിക്കുന്നില്ല, നാം അനുസരിക്കുമ്പോഴാണ് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നാലാമതാൽ ഏതെല്ലാം നിലയിലാണ് നാം വിശുദ്ധരാകണമെന്ന് നാം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം വായിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഹൃദയം ശുദ്ധി ഉള്ളവരാണ് എവിടെ ദൈവത്തെ കാണുന്നത്. അപ്പോൾ സ്വർഗത്തിൽ പോകേണ്ടവരെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ വിചാരിക്കും ഹൃദയം ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹൃദയത്തിലെ രണ്ട് അറിയാമല്ലോ, ഈ പമ്പുണ്ടല്ലോ, ഈ പമ്പ് ഇങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾ എല്ലാ സ്ഥലത്തേക്കും പോകുന്ന ഈ പമ്പ് ഇങ്ങനെ ചെയ്യുന്ന രക്തം ശുദ്ധീകരിക്കുന്ന ഈ ഒരു സംഭവത്തെ, ഈ ഒരു അവയവത്തെ അല്ല വേദപുസ്തക ഭാഷയിൽ ഹല്ലേലൂയ ഹൃദയമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് വേദപുസ്തക ഭാഷയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മനുഷ്യൻ, ആ ഹൃദയത്തിൻ്റെ നമ്മുടെ ആ മനസാക്ഷി, നമ്മുടെ മനസ്സ്, നമ്മുടെ ആളത്വമുണ്ടല്ലോ, ഇതാണ് ശുദ്ധീകരിക്കപ്പെടുവാൻ പറയുന്നത്. അല്ലാതെ ഹൃദയത്തിൻ്റെ ആ അവയവത്തെ ശുദ്ധീകരിക്കുന്ന കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹൃദയം ശുദ്ധീകരിക്കുന്നവൻ ദൈവത്തെ കാണും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആന്തരിക മനുഷ്യനെയാണ് അവിടെ പറയുന്നത്, ആന്തരിക മനോഭാവത്തെയാണ് അവിടെ പറയുന്നത്. ഈ മനോഭാവത്തിന് മാറ്റം വന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ല. നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ പഴയ സ്വഭാവങ്ങൾക്ക് മാറ്റം വരണം. നമ്മൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ, പഴയതെല്ലാം കഴിഞ്ഞുപോയി, അത് മരിച്ചു, ഇത് പുതു ജീവിതമാണ് നമുക്ക് ദൈവം നൽകി തരുന്നത്. അപ്പോൾ ഹൃദയമെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അത് ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കതയുടെ ഹൃദയമായെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, ഇത് ആരാഞ്ഞറിയുന്നവൻ ആര്? നമുക്ക് ഒരുപക്ഷെ അറിയത്തില്ല. ഹൃദയങ്ങളെ കാണുന്ന അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവന് മനസ്സിലാകുകയുള്ളൂ. ഹല്ലേലൂയ. അവൻ്റെ റഡാറിലൊന്നും സ്തോത്രം ഒന്നും മറവല്ല. അത് ഹല്ലേലൂയ. അവൻ്റെ സ്കാനിങ്ങിലും മറവല്ല. നമുക്ക് അപ്പോൾ അതിൻ്റെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചു, 20-21 വായിച്ചു.
മനുഷ്യനിൽ നിന്ന് പുറത്തു വരുന്നത് അത്രേ. മനുഷ്യനിൽ നിന്ന്, കണ്ടോ, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഹൃദയം ഈ പമ്പ് ചെയ്യുന്ന ഈ അവയവത്തെ അല്ല നമ്മൾ ഹൃദയം എന്ന് പറയുമെങ്കിലും വേദപുസ്തക ഭാഷ അതെ മനുഷ്യനിൽ നിന്ന് വരുന്ന, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അടുത്തത് അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത. ഒന്ന്, നമ്പർ 1 ദുശ്ചിന്ത. വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതിവ്, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. 13 കൂട്ടം കാര്യങ്ങളാ. ഈ 13 കൂട്ടം കാര്യങ്ങൾ ഇത് അകത്തുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടത്തില്ല. ഇത് പുറത്തു പോകണം. ഇത് ശരിക്കും ഒരു ബ്ലോക്കാണ്. നമ്മുടെ ഹൃദയത്തിന് ബ്ലോക്ക് വരുന്നത് പോലെ ഇതിന് സ്റ്റെൻഡ് ഇട്ടാൽ നടക്കത്തില്ല. ഹല്ലേലൂയ. ഇത് ബൈപ്പാസ് ചെയ്താലൊന്നും നടക്കത്തില്ല. ഇതിനൊരൊറ്റ കാരണം, ഒറ്റ കാര്യമേ ചെയ്യാനുള്ള ഒരു പുതിയ ഹൃദയം ഒന്ന് പ്ലാന്റ് ചെയ്യണം. ഒന്ന് പുതിയ ഹൃദയം സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഈ ബ്ലോക്കൊക്കെ ഒന്ന് മാറിപ്പോകത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിലേക്ക് ഹല്ലേലൂയ ഒന്ന് വന്നാട്ട് അതിന്റെ 26-ഉം 27-ഉം വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. കണ്ടോ, ഇത് പുതിയൊരു ഹൃദയം നമുക്ക് ദൈവം തരുമ്പോൾ തന്നെ പുതിയൊരു ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കുകയാണ്. അടുത്തത് കല്ലാലുള്ള ഹൃദയങ്ങളെ ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായൊരു ഹൃദയം തരും. ഹല്ലേലൂയ. ഇതാണ് ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുൻപ്, സ്വർഗത്തിലെ സ്കാനിങ്ങിൻ്റെ അകത്ത് ഒന്നും മറവല്ല. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ സ്കാനിങ് ആണെങ്കിൽ തിരിഞ്ഞു കിടക്ക്, കാല് നീട്ടിവയ്ക്ക്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അവിടുന്ന് പറയത്തില്ല. അവിടുന്ന് ഒരൊറ്റ സ്കാനിങ്ങേ ഉള്ളൂ. എങ്ങനെ നിന്നാലും എങ്ങനെ കിടന്നാലും സ്കാനിങ്ങിലെല്ലാം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, കല്ലാലുള്ള ഹൃദയം ദൈവം എടുത്തു മാറ്റുകയാ. മാംസളമായൊരു ഹൃദയം ദൈവം നമുക്ക് നൽകി തരികയാ. ഒരു പുതിയ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കുകയാ. ഇതാണ് ദൈവം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത്. ഒരു സർജറി, ഒരു ശസ്ത്രക്രിയയാണ് നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ഡോക്ടർമാർ ചെയ്യുന്നത് പോലെ ഈ ലോകത്തിലെ ഡോക്ടർമാർ സ്കാനിങ് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചിലത് തെളിയത്തില്ല. ഇന്നടത്ത് പോകാൻ പറയും, അവിടെ പോയിട്ട് വരുമ്പോഴും അവിടെയും ചിലത് തെളിയത്തില്ല. എന്നാൽ ചിലടത്ത് തെളിയുന്നുണ്ട്. എന്നാൽ ഇത് തെളിയാതിരിക്കത്തില്ല. അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ളവന്റെ സ്കാനിങ്, ആ റഡാറിനൊന്നും മറവല്ല, ആ സ്കാനിങ്ങിനൊന്നും മറവല്ല. അവന്റെ മുൻപിൽ എല്ലാം നഗ്നതും മലർന്നതുമായി കിടക്കുകയാ. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അവനോടാണ് നമ്മൾ കാര്യമുള്ളത്. ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുന്ന അത്യുന്നതനായ സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ, അവന്റെ സന്നിധി നിഷ്കളങ്കതയോട്, ഹല്ലേലൂയ, വിശുദ്ധിയോട് നമ്മൾ അടുത്തു വരട്ടെ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീനെന്ന കർത്താവ് പറഞ്ഞത് എഫേസ്യ ലേഖനത്തിലുണ്ടല്ലോ. എഫേസ്യ ലേഖനം എന്നെടുത്ത് അല്ല, പത്രോസിന്റെ ലേഖനം ആദ്യമായിട്ട് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 14, 15, 16 വാക്യം ഒന്ന് വായിച്ചേ. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച ഒരു വിശുദ്ധൻ ഒത്തവണ്ണം നിങ്ങൾ എല്ലാത്തിലും അനുസരണമുള്ളവരായിരിക്കണം. അടുത്തത് എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ഹല്ലേലൂയ. ഓഫീസിൽ ചെല്ലുമ്പോൾ വിശുദ്ധരാകണം. ഭവനത്തിലായിരിക്കുമ്പോൾ വിശുദ്ധരാകണം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ യാത്രയിൽ വിശുദ്ധരാകണം. വണ്ടി ഓടിക്കുമ്പോൾ വിശുദ്ധരാകണം. എല്ലാ നിലയിലും നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധരാകണം. ഹല്ലേലൂയ. ആമേൻ. അവിടെ വായിച്ചാട്ട് താഴോട്ട്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ. ഹല്ലേലൂയ. അപ്പോൾ പണ്ട് നമ്മുടെ അജ്ഞാനകാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ അറിയാതിരുന്നൊരു കാലഘട്ടമുണ്ട്. ജ്ഞാനം, അതായത് അറിവില്ലാത്തൊരു കാലമുണ്ട്. അന്ന് ചെയ്തതുപോലെ മോഹങ്ങളെ നമുക്കിനി മാതൃകയാക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം നാം അറിയണം. ഹല്ലേലൂയ. പിന്നെ രണ്ടാമത്, അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ ആ ഭാഗം ഞാൻ സംസാരിച്ചു എങ്കിലും പിന്നെയും സംസാരിക്കണമെന്ന് അല്പസമയം ഉണ്ടല്ലോ, സംസാരിക്കണമെന്ന് ആഗ്രഹം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം.
അബ്രഹാമിന് 99 വയസ്സായപ്പോൾ അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമായ യഹോവയാകുന്നു. നീ എന്റെ മുൻപാകെ നടന്നു നിഷ്കളങ്കനായിരിക്കും. നീ എങ്ങനെ നടക്കണം? നീ നിഷ്കളങ്കനായി നടക്കണം. അടുത്തത്, എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും. എനിക്കും നിനക്കും മധ്യേ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ നിയമം സ്ഥാപിക്കാൻ പോകുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അടുത്തത്, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കാൻ പോകുകയാണ് എന്നരുളി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതിൻ്റെ പ്രത്യേക ഉദ്ദേശമെന്ന് പറയുന്നത് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുകയാ. ഞാൻ നിന്റെ മധ്യേ എൻ്റെ നിയമം സ്ഥാപിക്കാൻ പോകുക. ഒറ്റ കാര്യം നീ ചെയ്യണം, നീ എൻ്റെ മുമ്പിൽ നിഷ്കളങ്കനായി നടക്കുക. ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമതായി ആമേൻ, അബ്രഹാമിനോട് ദൈവം തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം പറയുന്നുണ്ട്. 18-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ തക്കവണ്ണം കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ ഹല്ലേലൂയ അബ്രഹാമേ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നീ മക്കളോട് പിൻപുള്ള കുടുംബത്തോട് നീതി ന്യായവും പ്രവർത്തിച്ച് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, നമ്മൾ ദൈവം തിരഞ്ഞെടുത്ത് ഒരു ഉദ്ദേശം, രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ ദൈവ വഴിയിൽ നടത്തുവാൻ തക്കവണ്ണം നമ്മളെ ഉപദേശം കൊടുക്കണം. ഞാനതിന് ഉദാഹരണമായി കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ഏലി പുരോഹിതന്റെ മക്കളെ ശ്വാസിക്കാൻ ഏലി സമയം കണ്ടെത്താത്തത് കൊണ്ട് വലിയ ദാരുണമായ സംഭവങ്ങളാണ് നടക്കുവാനിടയായി തീർന്നത്. പെട്ടകം പിടിക്കപ്പെടുന്നു, ഹോഫ്നിയും ഫിനെഹാസും അതേ പട്ടുപോകുന്നു. ഇതറിഞ്ഞ 98 വയസ്സുള്ള വയോധികനായ ആ അപ്പച്ചൻ ഏലി, ആ പുരോഹിതൻ ഇത് കേട്ട് കഴുത്തൊടിഞ്ഞ് അവിടെ മരിച്ചു വീഴുന്നതായ ദാരുണമായ സംഭവങ്ങൾ ഹല്ലേലൂയൊക്കെ നമ്മൾ കാണുവാൻ കഴിഞ്ഞല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മെ ദൈവം തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ നിഷ്കളങ്കരായി വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ തന്നെ തലമുറകളെ വേദവചന അഭ്യസനത്തിൽ വളർത്തുവാൻ കഴിയണം. ഞാനും എൻ്റെ മക്കളും എന്ന് അന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ദൈവസന്നിധി പറയുവാൻ കഴിയണം. ഏതെങ്കിലും ഒരു തലമുറ ദൈവത്തിന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അന്ന് നമ്മൾ ദൈവത്തോട് ഹല്ലേലൂയ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ ദൈവത്തെ നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനെ നിങ്ങൾ കൈവിടരുത്. നിങ്ങളെ ചേർത്ത് പിടിച്ച് നടത്തുവാൻ ശക്തനായ ഞാൻ സർവശക്തിയുള്ള ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നത് ഒന്നേ ഉള്ളൂ, നീ എൻ്റെ മുമ്പിൽ നിഷ്കളങ്കതയോടെ വിശുദ്ധിയോടെ ജീവിക്കുക. ഹല്ലേലൂയ, ആമേൻ. മൂന്നാമത് ദൈവം സ്തോത്രം, ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിൻ്റെ ഒരു ഉദ്ദേശം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കാം. ആവർത്തനം 4:20. നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിന് യഹോവ നിന്നെ തിരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. മൂന്നാമത് നമ്മെ തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ അവകാശമായ ജനതയായിരിക്കാനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തത് അവരുടെ സംഖ്യയിൽ വലിപ്പം കണ്ടിട്ടല്ല, അവരുടെ സംഖ്യയിൽ കുറഞ്ഞവരായിരുന്നു. ഹല്ലേലൂയ. എങ്കിലും അവരോടുള്ള സ്നേഹം, അവരുടെ പിതാക്കന്മാരോടുള്ള ദൈവത്തിന്റെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അവരോട് പിതാക്കന്മാരോടുള്ള വാക്ക് ഇതെല്ലാം പാലിക്കുവാൻ ദൈവം ഒരു കൂട്ടം ജനത്തെ തെരഞ്ഞെടുത്തു. എന്തിനാണെന്നറിയാമോ ദൈവം തെരഞ്ഞെടുത്തത്? നമ്മുടെ ദൈവത്തിന്റെ അവകാശ ജനതയായി തീരുവാനാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അത് 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. 10-ാം വാക്യം ഒന്ന് വായിച്ചേ. 2:10.
മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവര് ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കാൻ ആ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലെ ഉദ്ദേശം നാം തിരിച്ചറിയണം. വിശുദ്ധന്റെയും വിശുദ്ധമതിയുടെയും ആരാധന ദൈവത്തിന് പ്രസാദമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ജനമായിരിക്കാൻ ആ ദൈവം തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. നാലാമതായി ആവർത്തന പുസ്തകം 14-ാം അധ്യായം 2-ാം വാക്യം വായിച്ചേ. 2-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആമേൻ. അവിടെയും പറയുന്നുണ്ട്, സ്വന്തം ജനമായിരിക്കാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, ദൈവത്തിന് അവകാശമായിരിക്കാൻ തെരഞ്ഞെടുത്തു. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു എന്ന് റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ പിന്നെയും കാണുകയാണ്. അതെ, ആമേൻ, ആമേൻ. സ്വന്തം ജനമായിരിക്കാൻ ദൈവം തെരഞ്ഞെടുത്തു. നമ്മെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലെ ഉദ്ദേശം നാം തിരിച്ചറിയണം. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആമേൻ. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ആമേൻ. ആകയാൽ എന്ന് വായിക്കുമോ? റോമാലേഖനം 12:1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായിട്ട് നമ്മൾ സമർപ്പിച്ചോണം. ഹല്ലേലൂയ. ഇതാണ് വിശുദ്ധിയിലുള്ള ആരാധന. ഇതാണ് ആമേൻ നിഷ്കളങ്കതയുടെ ആരാധന. ആമേൻ. നമുക്കറിയാം, ഒരു യാഗമൃഗത്തെ ഇന്ന് ആമേൻ കർത്താവിന്റെ ദാസൻ അലക്സ് പാട്രിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭാഗം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ആമേൻ. ഊനമില്ലാത്ത ഒരു മൃഗത്തെയാണ്, ഒരു ആട്ടുകൊറ്റനെ അല്ലെങ്കിൽ ഒരു കാളയാണ് യാഗമർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഹല്ലേലൂയ, യാഗമർപ്പിക്കുവാൻ മൃഗത്തെ കൊണ്ടുവരുമ്പോൾ അർപ്പണം ചെയ്യുന്ന പുരോഹിതൻ അതിനെ ഊനമുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കും. അത് ഭയങ്കര നിലയിൽ അതിനെ ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ അതിന് ഊനമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കത്തിയുമായിട്ട് നിൽക്കുന്ന അടുത്ത പുരോഹിതനോട് പറയും. അതൊരു ഹീബ്രു ഭാഷയുണ്ട്, അതായത് തമ്മീം എന്ന് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു കട്ടിഞ്ഞ അവിടെ നടക്കുന്ന കഷ്ണമായിട്ട് അതിൻ്റെ തോലുരിച്ച് അതിനെ ഹല്ലേലൂയ യാഗപീഠത്തിൽ ആമേൻ ഹല്ലേലൂയ അതിനെ ആമേൻ അത് യാഗമാക്കും. മുപ്പല്ലി കൊണ്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇടുന്നതായ ആ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒറ്റ കാര്യം തിരിച്ചറിയണം: ഊനമില്ലാത്ത ആരാധനയാണ് ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. ഊനവും വെച്ചുകൊണ്ട് ആരാധിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന് പ്രസാദമുള്ള ആരാധന എന്ന് പറയുന്നത് ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തീരുമ്പോഴാ. അല്ലാത്ത ആരാധന ദൈവത്തിന് വേണ്ട. ആമേ വിശുദ്ധി മൃഗമാണ് ദൈവത്തെ ആരാധിക്കേണ്ടെന്ന് പഴയ നിയമ വിശുദ്ധ ലേവ്യ പ്രമാണമാണ്. ലേവ്യ പ്രമാണത്തിൽ വിശുദ്ധമായ ഒരു ആമേൻ മൃഗത്തെ അതേ ആമേ യാഗമർപ്പിക്കുന്നത് പോലെ നമ്മുടെ കർത്താവും ആരായിരുന്നു? വിശുദ്ധനായിരുന്നു. വിശുദ്ധനായ ദൈവം, ഊനമില്ലാത്തവൻ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നില്ലേ? ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ പീലാത്തോസ് വിളിച്ചു പറഞ്ഞു, ഇവനിൽ ഞാനൊരു പാപവും കാണുന്നില്ല. അവന്റെ കൈ കഴുകിയെങ്കിൽ ജനം വിളിച്ചു പറഞ്ഞു, ക്രൂശിക്ക എന്ന് പറഞ്ഞപ്പോൾ വിട്ടുകൊടുക്കുക ഉണ്ടായത്. യേശു ഊനമില്ലാത്തവനായി പാപമില്ലാത്തവനായി നമുക്ക് യാഗമായി തീർന്നെങ്കിൽ യാഗമില്ലാത്തവന് അശുദ്ധിയില്ലാത്തവന് നാം ആരാധിക്കുമ്പോൾ വിശുദ്ധിയോട് ആരാധിക്കണം. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഓ ചൂടാ വാരാ വൈഡാ ധാന അജഗ റിഗദ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. വിശുദ്ധിയോട് ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ടാണ് യൂദാ വിളിച്ചു പറഞ്ഞു, ഓ കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തു. ഓ ആ 30 വെള്ളിക്കാശ് ദ്രവ്യാഗ്രഹം, തന്റെ തെരഞ്ഞെടുപ്പ്. നമ്മൾ പറയുന്ന വിഷയം തന്നെ ദൈവം തെരഞ്ഞെടുപ്പാണല്ലോ. യൂദയെ തന്റെ അപ്പോസ്തലനായി തെരഞ്ഞെടുത്തതാ. യൂദയെ, നിന്റെ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി. നീ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നീ പ്രമാണിക്കുവാൻ കഴിയാതെ ദ്രവ്യാഗ്രഹത്തിന്റെ പിന്നാലെ പോയതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? നിന്റെ സ്ഥാനം മറ്റൊരാൾക്ക് നൽകുകയാണ്.
ഹല്ലേലൂയ. അപ്പോസ്തലന്മാർക്ക് നിയോഗം കൊടുത്തതാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് ഹല്ലേലൂയ അതെ യൂദയ്ക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. അതുകൊണ്ട് അവൻ്റെ സ്ഥാനം 109 സങ്കീർത്തനത്തിലുണ്ട്. ആ സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട് അതേ അവൻ്റെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:20 പത്രോസ് വിളിച്ചു പറയുന്നുണ്ട്, ഓ ഹല്ലേലൂയ, കർത്താവ് അവനെ കുറിച്ച് പറഞ്ഞത് ആ നാശയോഗ്യനല്ലാതെ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാരായി തെരഞ്ഞെടുപ്പ് ലഭിച്ച യൂദ ദ്രവ്യാഗ്രഹം അവനെ നാശത്തിലേക്ക് അയച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് നാം തിരിച്ചറിയണം. ദൈവ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കേണ്ടതിന് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കോണം കേട്ടോ. ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഉറപ്പോടെ കടന്നു പോകണം. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് പോകണം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ നിങ്ങളുടെ ഒന്ന് വായിക്കൂ. 1:26-27. സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനം നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സംഖ്യാപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 17-ാം അധ്യായം 5-ാം വാക്യം എന്നെടുത്ത് 17-ാം അധ്യായം 5-ാം വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 17:5. ഞാൻ തെരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ 12 ഗോത്രങ്ങൾ ഞാൻ പറഞ്ഞു വിടാം. 12 ഗോത്രങ്ങളിലെ 12 ഹല്ലേലൂയ വടി, ആ വടിയിൽ അവരുടെ പേരെഴുതും. എന്നാൽ കർത്താവ് വിളിച്ചു പറയുക, ഞാൻ തെരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഇന്ന് പകൽക്കാലം തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാരെ, നിന്റെ വടി തളിർക്കാൻ പോകുകയാ. നീ ഈ പുസ്തകം എടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറ തളിർക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ചില തളിർപ്പുകൾ ഉണ്ടാകട്ടെ. ചില തളിർപ്പുകൾ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ശക്തി ഈ തളിർപ്പ് നിന്റെ ഭവനത്തിൽ നീ കാണട്ടെ. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തവന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. ദൈവം തെരഞ്ഞെടുക്കേണ്ടവൻ ഒരുവന്റെ മേൽ ദൈവത്തിന്റെ ഒരു നിയോഗമുണ്ട്. ദൈവം തെരഞ്ഞെടുത്തവന്റെ തടി അതേ തളിർക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തില് ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഒരു ഗന്ധം, അതെ വെള്ളത്തിന്റെ ഗന്ധം അടിക്കുമ്പോൾ അത് തളിർക്കാൻ പോകുകയാ. പരിശുദ്ധാത്മാവിന്റെ ഗന്ധം, അഭിഷേകത്തിന്റെ ഗന്ധം നിന്റെ മേൽ ഹല്ലേലൂയ അതെ അടിക്കുമ്പോൾ അത് തളിർക്കും. ചില പ്രിയപ്പെട്ട കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. നിന്റെ തലമുറ ആ തളിർപ്പ് നീ കാണാൻ പോകുകയാ. ഉണങ്ങിയ അവസ്ഥയാണോ ഇന്ന് പകൽക്കാലം അതിനൊരു മാറ്റം വരാൻ പോകുകയാ. ഒരു തളിർപ്പ് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുകയാ. യേശുവിന്റെ നാമത്തില് ഒരു വലിയ തളിർപ്പ് കാണട്ടെ, ഒരു കുതിച്ചുയർത്ത് കാണട്ടെ. യേശുവിന്റെ നാമത്തില് ഒരു വിടുതലുമില്ല. ഈ ലോകം പറയും ഇത്രയും ഉണങ്ങി, ഇനി ഒരു വിടുതലില്ലെന്ന് ലോകം പറഞ്ഞോട്ടെ. എന്നാൽ വെള്ളത്തിന്റെ ഗന്ധം നിമിത്തം ഒരു തളിർപ്പ്. യെസ്, ഞാൻ തെരഞ്ഞെടുത്തവന്റെ വടി തളിർക്കാൻ പോകുകയാ. ഞാൻ തെരഞ്ഞെടുത്തവന്റെ വടി തളിർക്കും. ദൈവത്തിന്റെ ദാസന്മാരെ, ഈ കറുത്ത പുസ്തകം നീ ചുമന്നെങ്കിൽ നിന്റെ തലമുറയെ ദൈവം മാനിക്കും. നിന്റെ തലമുറയെ ദൈവം ആദരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അതിന് സമയം അടുത്തിരിക്കുകയാ. ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ.
ഓ, ഞാൻ തെരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഓ ഹല്ലേലൂയ, ഞാൻ തെരഞ്ഞെടുക്കുന്നവന്റെ മേൽ അഭിഷേകം എൻ്റെ ദൈവം പകരും. ഉണങ്ങിയ പോലുള്ള വടി തളിർക്കാൻ പോകുകയാ. ഇനി ഒരു രക്ഷയുമില്ല എന്ന് ലോകം പറഞ്ഞോട്ടെ. ദൈവത്തിന്റെ ദാസന്മാരെ ഭയപ്പെടേണ്ട. ഇന്ന് ഹാമേ ദൈവാത്മാവ് പറയുന്നു, ഞാൻ തെരഞ്ഞെടുത്തവന്റെ വടി തളിർക്കും. വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് ഒരു തൈ പോലെ തളിർക്കാൻ പോകുകയാ. ഒരു തൈ പോലെ തളിർക്കാൻ പോകുകയാ. ഓ റിഖാ ബാബാ ബാബാ. ഓ ഹല്ലേലൂയ. നിന്റെ ഒറ്റ കാര്യമേ ഉള്ളൂ, നീ തെരഞ്ഞെടുപ്പ് അതിന്റെ സംശുദ്ധി തിരിച്ചറിഞ്ഞ് അത് വിശുദ്ധിയോടെ ജീവിക്കുവാൻ നീ തയ്യാറാകുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ വീണു. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് ആമേ, നമുക്കൊരു ചെറിയ പാട്ടിൻ്റെ ഈരടികൾ ചേർന്ന് പാടി, എന്നെ തെരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നുള്ള പാട്ട് ചേർന്ന് 1-2 ശീല് മാത്രം പാടി നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. ഹല്ലേലൂയ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ എല്ലാവരും ചേർന്ന് പാടിയാട്ടാ. എന്നിലെന്തോ നീ കണ്ടേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എല്ലാവരും ചേർന്ന് പാടാം. എന്നിലെന്തോ നീ കണ്ടേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. അങ്ങെ സ്നേഹിക്കുവാൻ അങ്ങെ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത കല്ലുമില്ല. അങ്ങെ സ്നേഹിക്കുവാൻ അങ്ങെ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. കരമുയർത്തി ഹല്ലേലൂയ വീണ്ടും പറഞ്ഞാട്ട്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ 2 കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇടിമുഴക്കത്തിന്റെ ശബ്ദം പോലെ. ഓ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആശീർവാദം പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും കാവലും കൂട്ടായ്മ അനുഗ്രഹങ്ങളും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ഇന്ന് വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങളോടും വചനം സംസാരിച്ച അഭിഷക്തന്മാരും വിദേശത്ത് ആയിരിക്കുന്ന ബഹുമാന്യ ഭാഷമേവരീസ് അവர்களോടും കുടുംബത്തോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും നമ്മുടെ മടക്ക യാത്രയിലും കർത്താവിൻ്റെ 2ാമത്തെ വരവുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. സമാധാനത്തോടെ നമുക്ക് പിരിയാം. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.